ഇന്ന് ഇഫ്താറിന് സ്വീറ്റ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് അവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള ശർക്കരയും ഏലക്കായും കൂടി ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയെടുത്തിട്ടുള്ള ഏത്തപ്പഴം ആവശ്യമാണ്. ഞാൻ ഇവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ബ്രെഡ് ഒന്ന് നമുക്ക് പത്തിരി പ്രസ് ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പരത്തിയെടുത്താലും മതിയാവും. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സൈഡ് ഒട്ടിച്ചെടുക്കാനുള്ള മൈദ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഈ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം. നേരത്തെ പ്രസ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിലേക്ക് നമുക്കൊന്ന് ബനാന സ്മാഷ് ചെയ്തതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് മൈദ ബാറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ബ്രെഡ് ഒന്ന് മൈദ ബാറ്ററിൽ മുക്കിയെടുത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബ്രെഡും കോൺഫ്ലേക്സും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്നാക്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയുടെയും ജാഗ്രിയുടെയും ബനാനയുടെയും ഒക്കെ ടേസ്റ്റ് കൂടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ സ്നാക്സിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.